ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയിൽ നിലപാട് മാറ്റി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സാങ്കേതികവിദ്യയിലൂടെ മുതലാളിത്ത രാജ്യങ്ങളിൽ സ്വത്ത് കുന്നുകൂടുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് ചൂഷണത്തിന് വഴിയൊരുക്കുമെന്നും MV ഗോവിന്ദൻ CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പ്രതികരിച്ചു. AI സാങ്കേതികവിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി മാറുമെന്നായിരുന്നു MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. സമ്പന്നനായിട്ടുള്ള ഈ വിഭാഗവും ഈ പറയുന്ന പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടും നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ മൗലികമായ മാറ്റം. എന്താ മൗലികമായ മാറ്റം? ഇതെല്ലാം മാർക്സത്തിന്റെ തന്നെയാണ്. മൗലികമായ മാറ്റം എന്നാ സമ്പത്തിന്റെ വിഭജനമാണ്. സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക. അതെന്താ? ആ വിപ്ലവത്തിന്റെ പേരെന്താ? അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം. അപ്പോ മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്ന സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് 50% ജനങ്ങൾക്ക് 3%, 10% ജനങ്ങൾക്ക് 87% സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപാദന വിതരണ ഘടനയിലാണല്ലോ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. എന്താ? ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യിലാണ്, കൃഷിക്കാരൻ്റെ കയ്യിലാണ്, ഇടത്തരക്കാരൻ്റെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60%-ലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? സ്ഫോടനാത്മകമായിരിക്കും. അങ്ങനെ അന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ സംശയം തള്ളതെന്ന്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടി മാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒന്നും കൂടി കേൾക്കുക, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജോ വർഗീസാണ് ചെയ്യുന്നത്. സിജോ, AI കാര്യത്തിൽ എന്താണ് MV ഗോവിന്ദന്റെ പുതിയ നിലപാട്? AI സാങ്കേതിക വിദ്യ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പാതയാണ് എന്നായിരുന്നു നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് AI സാങ്കേതിക വിദ്യ മുതലാളിത്ത രാജ്യങ്ങളിൽ കൂടുതൽ സ്വത്ത് കുമിഞ്ഞുകൂടുന്നതിന് കാരണമാകും. മൊത്തം കുത്തക മുതലാളിമാരുടെ കൈവശമാണ് ഈ AI സംവിധാനം മുഴുവൻ ഇരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ചൂഷണത്തിലേക്ക് നയിക്കും, അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കൂ എന്നും പറഞ്ഞാണ് MV ഗോവിന്ദൻ ഈ പ്രതികരണം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ നിലപാടിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും പുതിയതായി രാജ്യത്ത് നടപ്പാക്കുന്ന ചില സാങ്കേതികപരമായ സംവിധാനങ്ങളെല്ലാം വിമർശിച്ചും എല്ലാമാണ് ഇന്ന് ഈ പ്രതിനിധി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. കേരളം അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിലേക്ക് മാറുകയാണ്. നവംബർ 1 അത്തരത്തിലൊരു പ്രഖ്യാപനം നടക്കും. പക്ഷേ കേരളത്തിൽ ദരിദ്രരുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു നിലപാടാണ് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രമന്ത്രിമാർ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ RSSും BJPയും എല്ലാം അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. കേരളത്തിന് എതിരെയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കേരളമാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും സാമ്പത്തിക പ്രതിരോധവും ഒപ്പം തന്നെ ആശയ പ്രതിരോധവും എല്ലാം സൃഷ്ടിക്കുന്ന തലത്തിലേക്കാണ് സുരേഷ് ഗോപി ആയാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയാലും ഇത്തരത്തിൽ പ്രസ്താവനകളെല്ലാം നടത്തുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളുമൊന്നും മുമ്പോട്ട് പോകില്ല, അത്തരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമായിട്ടും അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം മുകേഷ് MLAയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇത് ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് അത് തിരികെ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ അദ്ദേഹം അത് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. കാരണം ഇത് കോടതിയുടെ പരിഗണനയിലെ ഒരു വിഷയമാണ്, കോടതി പറയട്ടെ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേരളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. നികുതി എല്ലാം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട നികുതികളെല്ലാം തന്നെ കേന്ദ്രം GST ഇനത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. വയനാട് ദുരന്തത്തെ പോലും അവഗണിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് BJPയും RSSും ശ്രമിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത വളർത്താനാണ്. ജമാഅത്തെ ഇസ്ലാമി SDPയെയും
ന്യൂനപക്ഷ വർഗീയതയും വളർത്തുന്നു, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചവർ എല്ലാം CPM-നുമെതിരെ തിരിയുന്നു തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദി മുതലാളിമാരെ ലോക മുതലാളിമാരാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണത്തെ ബജറ്റ്. കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തരത്തിലെല്ലാ അവഗണന നേരിടുമ്പോഴും കേരളം പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നേട്ടം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നത് കേരളത്തിലാണ്. ഒപ്പം തന്നെ കേരളത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പതിറ്റാണ്ട് കാലം പിന്നിട്ടാലും ഒരു സംസ്ഥാനത്തിന് കൈവരിക്കാനാകാത്ത നേട്ടം, അതായത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന ഒരു ഖ്യാതി അതിലേക്ക് കേരളം എത്തുന്നു. നവംബർ 1 അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും കേരളത്തിന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും കേന്ദ്രം തടഞ്ഞു വെക്കുന്നു. അത് കേരളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. BJPക്കും കോൺഗ്രസിനും സമാനമായിട്ടുള്ള വർഗ നിലപാടുകളാണ് എന്നുള്ളതെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രതിനിധി സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് CPM-ൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനം തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറുകൾ നടന്നു. ഏരിയ കമ്മിറ്റികളെല്ലാം തന്നെ പൂർത്തിയാക്കിയാണ് ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. 358 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 358 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ട്, അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ട് ഇതെല്ലാം തന്നെ അവതരിപ്പിക്കും. അതിന്മേലുള്ള ചർച്ചകൾ ഇന്ന് നാളെയുമായി നടക്കും. എന്തായാലും നിലപാട് മാറ്റിയിട്ടില്ല എന്ന് MV ഗോവിന്ദൻ ഇന്നും പറയുന്നുണ്ടെങ്കിലും ഇന്നലെ പറഞ്ഞതല്ല എയുടെ കാര്യത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ സോഷ്യലിസത്തിലേക്കുള്ള വഴിയാകും AI എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളിൽ സമ്പത്ത് കുന്നുകൂടാൻ AI വഴിയൊരുക്കും എന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകി.